ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഓണത്തിന് വേണ്ടി അല്ലാതെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡായിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടി ആദ്യം നമുക്ക് ഇതുപോലൊരു ബ്ലാക്ക് കളർ പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. അപ്പം അത് രണ്ടായിട്ട് ഞാൻ മടക്കി കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബേസ്. ഇതിനകത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള എടുക്കാം. ഞാനിപ്പോൾ A4 സൈസ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എല്ലാം എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിലുള്ള അടപ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ അടപ്പില്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്തിട്ടും റൗണ്ട് ഷേപ്പ് വരയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും കാണുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പെറ്റലിൻ്റെ രൂപത്തിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ പെറ്റൽസിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ എല്ലാ പെറ്റൽസും മടക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം. ഇനി നമുക്ക് ഇതൊരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. രണ്ട് പെറ്റലിൻ്റെ നടുക്ക് ഒരു പെറ്റൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിക്കണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്ലാക്ക് കളർ പേപ്പറിൽ നമ്മൾ സർക്കിൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കളറിലും കൂടി ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഒരു മഞ്ഞ കളറിലുള്ളൊരു ഫ്ലവറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച റൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ പൂവിൻ്റെ കളറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഉണ്ടാക്കിയത് യെല്ലോയും ഓറഞ്ചും ആണല്ലോ. അപ്പോൾ ഞാൻ ആ യെല്ലോയും ഓറഞ്ച് കളറിലുള്ള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം മേളിൽ യെല്ലോയും ഓറഞ്ചും പിന്നെ താഴെയും ഓറഞ്ച് യെല്ലോ അങ്ങനത്തെ രീതിയിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും. ഞാൻ ഈ രണ്ട് കളേഴ്സ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ രണ്ട് കളേഴ്സാണല്ലോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കളേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിത് ഒട്ടിക്കാനായിട്ട് ഒരു ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കത്തെ ആ റൗണ്ട് ഭാഗത്ത് നമുക്ക് ഹാപ്പി ഓണം എന്ന് എഴുതി കൊടുക്കാം. നമുക്കതിന് പകരം ഓണാശംസകൾ എന്നൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അപ്പോൾ ഞാനത് എഴുതി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് സ്കെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാം. പിന്നെ എൻ്റെ ചാനലിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.